ജീവിതത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുമ്പിലും അവർ കുറ്റം കണ്ടെത്തും. അവർ ചെയ്യുന്നതും പറയുന്നതും മാത്രമാണ് ശരിയെന്ന് കരുതുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം തങ്ങളാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ അവർ ഏതറ്റം വരെയും ന്യായീകരിച്ചു കൊണ്ടിരിക്കും. മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ആർക്കും ജീവിക്കാൻ കഴിയില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജയം തന്നെയാണ് ഒടുവിലുണ്ടാവുക. വില കൽപ്പിക്കാത്തിടത്ത് പോകാതിരിക്കുക. കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ഒരാൾ പറഞ്ഞ രഹസ്യങ്ങൾ മറ്റൊരാളോട് പരസ്യമാക്കാതിരിക്കുക. നല്ലൊരു കേൾവിക്കാരൻ ആവുക. അതിനേക്കാൾ നന്നായി അത് മനസ്സിൽ സൂക്ഷിക്കുക. നമ്മിൽ അണയ്ക്കേണ്ട കനലുകൾ നമ്മിൽ തന്നെ അണയ്ക്കുക. അത് ഒരിക്കലും പകർന്നു കൊടുക്കരുത്. നമ്മൾ നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്നവരുടെ ഉള്ളിൽ നമുക്കൊക്കെ വെറും ചവറ്റുകുട്ടയിലെ പേപ്പറിൻ്റെ വിലയേ ഉണ്ടാകാറുള്ളൂ. നമുക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത് തിരുത്താം എന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. അംഗീകരിക്കാൻ മടിച്ച് ചിലർ നൽകുന്ന പരിഹാസം തന്നെയാണ് പ്രശസ്തിയിലേക്കുള്ള പാത തുറന്നു തരുന്നത്. ഒരിക്കലും മടുക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ, ഒട്ടും കുറഞ്ഞു പോകാതെ ഒരാളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സ്നേഹമാണ് എന്നും നിലനിൽക്കുന്നത്. മൗനമാണ് നല്ലത്. കാരണം പ്രതികരിക്കാൻ പോകുന്നിടത്ത് ചിലപ്പോൾ നമ്മൾ തെറ്റുകാരിയായി മാറിയേക്കാം. മനസ്സിന് താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടായാൽ നമ്മൾ അറിയാതെ നമ്മൾ മാറിപ്പോവും. ഒന്നെങ്കിൽ വെറുപ്പും ദേഷ്യവുമായി പുറമെ പ്രതിഫലിക്കും, അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും. ആർക്കും ആരെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം കടൽ കണ്ടു എന്ന് പറയുന്നവർ ഒക്കെ കണ്ടത് തിരയും തീരവും മാത്രമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ജോഡികളാണ് ചിരിയും കരച്ചിലും. അവർ ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടുന്നില്ല. അഥവാ കണ്ടുമുട്ടിയാൽ തന്നെ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷം. ജീവിതത്തിൻ്റെ ദുരന്തം നമ്മൾ വളരെ വേഗം വൃദ്ധന്മാരാവുകയും വളരെ വൈകി ബുദ്ധിമാന്മാർ ആയിത്തീരുകയും ചെയ്യുന്നു എന്നതാണ്. ജീവിതത്തിൽ രണ്ട് മുഖങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒന്ന് പ്രയാസങ്ങളിൽ നമ്മുടെ ഒപ്പം നിന്നവർ, മറ്റൊന്ന് പ്രയാസങ്ങളിൽ നമ്മളെ ഒറ്റക്കാക്കിയവർ. ഇടയ്ക്കെല്ലാം തനിയെ നടക്കുക. ചേർന്നിരിക്കുമ്പോഴും ചേർന്ന് നടക്കുമ്പോഴും കാണാതെ പോകുന്ന പല കാഴ്ചകളും തനിച്ചാകുമ്പോൾ കണ്ണിൽ കുരുങ്ങും. ജീവിതത്തിൽ നമ്മെ വേണ്ടാത്ത മനുഷ്യരെ ഒഴിവാക്കുക എന്നത് ഏറ്റവും പ്രധാന കാര്യമാണ്. എല്ലാ മനുഷ്യരുടെയും പ്രിയപ്പെട്ടവരായി തുടരാനൊന്നും കഴിയില്ല എന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാന സത്യവുമാണ്.